അപ്പോ അതങ്ങോട്ട് പാസ്സാക്ക്. തൽക്കാലം സുരേഷ് ഊത്തും പി പി ആയിട്ട് വീട്ടിലിരിക്കണം. നോക്കാം. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഗ്രൂപ്പ് ഔട്ടാക്കിയതാ. ഇപ്പൊ അവന്റെ മകൻ എന്റെ മകളുടെ പുറകെ കൂടിയിരിക്കുക. ഒന്നും സമ്മതിക്കില്ലേ? ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അലക്സിന്റെ ഗുണ്ടകളെ വീട്ടിലോട്ട് നാടൻ പോകാൻ പറഞ്ഞു. അതിലമ്മ പോയി. ഗാന്ധിയനാണല്ലോ അച്ഛൻ. അതുകൊണ്ട് അത് ചെയ്തവരോടൊക്കെ പുറത്ത്. LDPയുടെ കോട്ടയിൽ അച്ഛൻ പ്രസിഡന്റായി. കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനെ അവൻ പിന്നെയും ആലക്സ് പണിയാൻ തുടങ്ങി. അയാളും ഗുണപാലും ആ പുഷ്കരനും കൂടി അയാളും കൂടി അച്ഛനെ വിജയിച്ച് കുടിക്കും. അച്ഛന് പകരം ഞാൻ എന്നുള്ള ഫോമിൽ അവർ അംഗീകരിച്ചില്ല. അറിയാലോ പണിയെടുക്കുന്നു. അതിന് പകരം രാഷ്ട്രീയത്തിൽ തെക്കും വടക്കറിയാത്ത അച്യുനന്ദനെ വെച്ച് അവൾ ആ സീറ്റിൽ കയറി പിടിച്ചിരുന്നിട്ട് എനിക്കിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാരും കൂടി ഇന്നലെ ഇതേ കഥ തന്നെ, മിനിഞ്ഞാന്ന് ഇതേ കഥ തന്നെ, വർഷങ്ങളായി ഇതേ കഥ തന്നെ. നിന്റെ കഥ എൻ്റെ വിധി. പണിയണം. അക്ഷരം പോലും അറിയില്ല. രാധന്റെ കൈയക്ഷരം. എടോ കണ്ടാക്കെ എവിടെ നിൽക്കുവടോ? ഇല്ലിക്കുഴിയിലോട്ട് വന്നേ. ആരുടെ സുനിത മെമ്പറുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത്? തോന്നിയാസല്ലേ ഈ കാണിക്കുന്നത്? ആ മെമ്പറോട് കുശുമ്പുള്ള ആരോ ചെയ്ത പണി. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ? റോഡ് മൊത്തം കുഴിയല്ലേ. ഇവന്മാരെ കരുതി കൂട്ടിയാണ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വള്ളിക്കെട്ടിനാണോ എന്തോ ഈശ്വര കാത്തോണേ. എന്തിനാ മാഡം വിളിച്ചത്? എടോ തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ. ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ് ശരിയാണ്. മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ആക്ടിങ് കറക്റ്റ് അല്ലോ മാഡം. അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. മനസ്സിലായല്ലോ? ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ചാച്ചനാണ് ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ്. എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിൽ ഇരുന്ന് അതിയാണ് എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തിറക്കും. എല്ലാവരും ഓർത്തോ, ഇത്തവണ എൻ്റെ ഡേനാണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്ത് പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും കഴിവുള്ളവരെ കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. ചായം കടി നടക്കാം. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു.